നമസ്കാരം, എല്ലാവർക്കും കറിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് പെരട്ടും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 ചെറിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം വിനാഗിരി ചേർക്കാം, 2 ചെറിയ സ്പൂൺ. ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കുക്കറിനകത്ത് വെച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്നും നിങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു ബൗളിലാക്കി ഇങ്ങനെ ചെയ്തത്. ഇത് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വെന്ത് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ട് പൊട്ടിയിട്ട് 1-2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ടിട്ടാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി എളുപ്പത്തിലുണ്ടാക്കുന്ന ബീഫ് പെരട്ട് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലോട്ട് അല്പം ചതച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കുക. തിളച്ചിട്ട് ഇതിലോട്ട് പൊടി ചേർക്കാം. 1 ഗ്ലാസ് പത്തിരിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക. തീ ഓഫാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഇത് ഇനിയൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുണ്ടാവും, ചൂടോടുകൂടി കുഴച്ചെടുക്കണം. തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ച് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ആക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഓരോ ഉരുളകളായിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇതിൽ വെച്ച് പരത്തുകയോ ഇതുപോലെ പത്തിരി പ്രസ്സിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ ഇതിലോട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നൈസായിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രസ്സിൽ വെച്ചുണ്ടാക്കുമ്പോൾ നമുക്കതിൽ മാവൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ നിറമൊന്നും മാറിപ്പോകരുത്. പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. അങ്ങനെ പത്തിരിയും എളുപ്പത്തിലുണ്ടാക്കുന്ന ബീഫ് പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. Thank you.